മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. വിൻസി അലോഷ്യസ് എന്ന സിനിമാ നടി നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് ധീരമായ ഒരു നിലപാടെടുത്ത് രംഗത്ത് വരുന്നു. അവർ നമ്മുടെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞു, ലഹരി ഉപയോഗിക്കുന്നു, എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഞാനൊരു സിനിമയിൽ അഭിനയിക്കില്ല, ഞാനൊരു സിനിമയിൽ വർക്ക് ചെയ്യില്ല, അവർക്കൊപ്പം, അത്തരത്തിലുള്ള ആളുകൾക്കൊപ്പം ഒരു പ്രോഗ്രാമിൽ വെച്ച് നമ്മുടെ കേരള പൊതുസമൂഹത്തോട് അവർ വിളിച്ചു പറഞ്ഞതാണ്. അത് പിന്നീട് വാർത്തകളാവുന്നു, ഓൺലൈൻ മീഡിയാസ് ഉൾപ്പെടെ ഏറ്റെടുക്കുന്നു. അതോടുകൂടി നമുക്കറിയാം കമന്റ് ബോക്സുകളിൽ ഇന്നേ വരെ ഏതെങ്കിലും സിനിമയിലുണ്ട്, അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള കമന്റുകൾ, വിമർശനങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നു. അതിന് മറുപടിയായിട്ട് വീണ്ടും വിൻസി അലോഷ്യസ് എത്തുന്നു, ഗുരുതരമായിട്ടുള്ള കുറച്ച് വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്നു. നമുക്കറിയാം ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത് എന്നിപ്പോ മാധ്യമങ്ങളിലൂടെ പറയുന്നു. എന്നാൽ വിൻസി അലോഷ്യസ് ആളുടെ നടന്റെ പേര് പറയാതെ ഗുരുതരമായിട്ടുള്ള കുറച്ച് വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഞാൻ ചെറിയൊരു ഭാഗം, അവര് മുന്നോട്ട് വെച്ച വിഷയത്തിലെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. വൈറ്റ് പൗഡർ പോലും തെറിക്കുന്നു എന്ന രീതിയിലാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ്, ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ്, അദ്ദേഹം ഇത് ഉപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും, അതായത് മോശമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര, ഫോർ എക്സാമ്പിൾ എൻ്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനും കൂടി വരാം, ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വേറൊരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, വെൻ ഐ എം ഒരു ഷോട്ടിനിടയിൽ, ഷോട്ടിന്നല്ല, ഒരു നമ്മൾ സീൻ പ്രാക്ടീസിങ്ങിൻ്റെ ഇടയിൽ സ്പിറ്റിംഗ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ടു ദ ടേബിൾ. സോ ഭയങ്കര എവിഡൻ്റ് ആണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്, സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. നിങ്ങൾ കേട്ടില്ലേ? ഇവരുടെ ദുരനുഭവം കൊണ്ടാണ് അവര് നമ്മുടെ കേരള പൊതുസമൂഹത്തോട് ധൈര്യത്തിൽ, നമ്മളത് എടുത്തു പറയണം, ധീരമായി ധൈര്യത്തിൽ അവരുടെ നിലപാടെടുത്ത് മുന്നോട്ട് വെച്ചത്. എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി ഞാൻ അഭിനയിക്കില്ല. കാരണം അവർ വലിയൊരു ദുരിതം അനുഭവിച്ചു. ഒരു നടനാൽ അവരുടെ പേര്, അവര് അഭിനയിച്ച സിനിമ, ഇതൊക്കെ മറച്ചു പിടിക്കാൻ ഈ വിൻസി അലോഷ്യസ് പരമാവധി ശ്രമിച്ചു. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ അതൊക്കെ തന്നെ കണ്ടെത്തിയ, ആരാണ് നടന്, ആർക്കെതിരാണ് പരാതി, സകലതും പുറത്തു വന്നു. സകല ആളുകളും അറിയട്ടെ, നമ്മുടെ കേരള പൊതുസമൂഹം അറിയട്ടെ. ഈ ഷൈൻ ടോം ചാക്കോ കഴിഞ്ഞ ദിവസം എന്താ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്? എറണാകുളത്തെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലിൽ നിന്ന് ഡാൻസ് ഓഫ് അന്വേഷണം, ലഹരിക്കെതിരെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് എത്തുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഹോട്ടലിൽ നിന്ന് 3-ാം നിലയിൽ നിന്ന് 2-ാം നിലയിലേക്ക്, 2-ാം നിലയിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന വീഡിയോ നമ്മളൊക്കെ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ അവസ്ഥയാണ്. ഇതിലൊക്കെ കൃത്യമായിട്ട് ഞാൻ എല്ലാ പോലീസുകാരെയും പറയുന്നില്ല, പക്ഷെ എന്ത് വിഷയത്തിൽ കുടുങ്ങിയാലും സഹായിക്കാൻ കുറച്ച് പരട്ടകളുണ്ട് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. 2015 കേരളത്തിലെ ആദ്യ കൊക്കൈൻ കേസ് ആരാ പ്രതി? ആരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്? ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ. ആ വിധിയിൽ പോലും എന്താണ് വരുന്നത്? കോടതി കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വന്ന അത്തരത്തിലുള്ള ഒരു വാർത്ത ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എന്താണ് അതിലൊക്കെ അട്ടിമറികൾ സംഭവിക്കുന്നത് എന്ന് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. പോലീസ് കണ്ടെടുത്ത വസ്തുക്കൾ സെർച്ച് മെമ്മോറിയൽ രേഖപ്പെടുത്തിയില്ല. പ്രതികളെ പരിശോധിച്ചത് ഡ്യൂട്ടിയിലില്ലാത്ത ഗസറ്റഡ് ഉദ്യോഗസ്ഥനാണ്. കോടതി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. വനിതാ പ്രതികളെ പരിശോധിച്ചത് വനിതാ പോലീസ് അല്ല. ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 5 പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചോ എന്ന് പോലീസ് പരിശോധിച്ചില്ല. നടനുണ്ടായിരുന്ന ഫ്ലാറ്റ് തുറന്നത് ആരെന്നും ആദ്യം അകത്തേക്ക് പ്രവേശിച്ചത് ആരെന്നും അന്വേഷണ സംഘത്തിന് ഓർമ്മയില്ല.
കൊക്കൈൻ ഹൈഡ്രോക്ലോറൈഡ് ആണ് പിടിച്ചെടുത്തത്. ഫോറൻസിക് സയൻസ് ലാബിൽ ക്ലോറൈഡ് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ കൃത്യമായി വേർതിരിച്ച് പരിശോധന നടത്തിയില്ല. കോടതി നിരീക്ഷിച്ചത് ഇങ്ങനെയൊക്കെയായിരുന്നു. ഷൈൻ ടോം ചാക്കോയും 4 മോഡലുകളും ലഹരി വസ്തു ഉപയോഗിച്ചതായിരുന്നു പോലീസ് കേസ്. എന്നാൽ ഇത് ശാസ്ത്രീയമായി തെളിയിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ പോലീസ് ഇവിടെ എന്ത് തമ്മാടിത്തരം ആര് ചെയ്താലും നമ്മുടെ പോലീസിനെ കുറച്ച് ആളുകൾ എന്ത് തൊട്ടിത്തരത്തിന് തയ്യാറാണ്. അതുകൊണ്ടല്ലേ ഇത്തരം വിഷയങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു സിനിമാ സെറ്റിലുള്ള ഒരു വിഷയം ഒരു നടി വിളിച്ചു പറയാ പൗഡർ തെറിക്കുന്നത്, അവരോട് മോശമായി പെരുമാറുന്നു. സ്വാഭാവികമാണ് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ തോന്നിയതാണ് പ്രവർത്തിക്കുക. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് അതെടുത്ത് പറഞ്ഞു തരേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ കണ്ടതാണ്. സ്വന്തം ഉമ്മാരെ പോലെ വെട്ടുന്നു, സ്വന്തം കുടുംബങ്ങളെ അനിയരെയൊക്കെ വെട്ടി കൊലപ്പെടുത്തുന്നു. നമ്മൾ കൈതപ്പോയിൽ സ്ഥലത്തു നിന്നും വാർത്ത വന്നു, ഉമ്മാരെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. അങ്ങനെ എത്ര വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. ഇപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ പിടിച്ചാൽ പോലീസിലെ തന്നെ കുറച്ച് ആളുകൾ രക്ഷിക്കാൻ ഇറങ്ങുന്നു. സിനിമാ സെറ്റുകളിലെ ഈ വിഷയങ്ങൾ എത്ര കാലമായി നമ്മൾ കേട്ടോണ്ടിരിക്കുന്നു. നമ്മുടെ കേരള പോലീസ് സംവിധാനങ്ങൾ എല്ലാവരെയും നമ്മൾ പറയുന്നില്ല, ഒന്നുമില്ലെങ്കിലും ഈ ഷൈൻ ടോം ഉള്ള ഒരു ഹോട്ടലിലേക്ക് അവരെത്തിയല്ലോ, അവർ അന്വേഷണമായിട്ട് എത്തുന്നുണ്ടല്ലോ. പക്ഷെ അതിലൊക്കെ തന്നെ കുളമാക്കാനും കുറച്ച് ആളുകളുണ്ട്. ഇത് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയണം. കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ കേരളം വളരെ വലിയൊരു ദുരിതത്തിലേക്ക് തന്നെയാണ് പോവുക. ലഹരിയാൽ എത്ര വലിയ ബുദ്ധിമുട്ടിലേക്കാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതും ഒരു നടനായതുകൊണ്ടാണ് വലിയ വാർത്താ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ തന്നെ. ഇതുപോലെ എത്ര വിഷയങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ട് കുറച്ചു മുമ്പേ വലിയ രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വാർത്ത കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും വലിയ താല്പര്യമില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് വന്നത്. കാരണം ഇത് എണ്ണമില്ലാത്ത രീതിയിലാണ് വിഷയങ്ങൾ നടക്കുന്നത്. ഇതൊക്കെ തന്നെ ഗൗരവത്തിൽ പൊതുസമൂഹം തിരിച്ചറിയണം. നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതിലൊരു തർക്കം ആർക്കും വേണ്ട. നമ്മുടെ കേരള പോലീസ് മികച്ച പോലീസ് സംവിധാനമാണ്. അതിനും നേതൃത്വം കൊടുക്കുന്നവർ മികവ് കാട്ടാഞ്ഞിട്ട് തന്നെയാ, ഒരു തർക്കവും വേണ്ട. നമ്മുടെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ നമ്മുടെ മുഖ്യനാണല്ലോ ഇതൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. നമ്മുടെ നേതൃത്വം ശക്തമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടാ നമ്മുടെ കേരള പോലീസ് സംവിധാനം എന്ന് പറയുന്നത് വളരെ മികച്ചത് തന്നെയാ. അതിന് നേതൃത്വം കൊടുക്കുന്നവർ ഒന്നിനും കൊള്ളാഞ്ഞിട്ടാണ് ഇത്തരം വിഷയങ്ങൾ നിരന്തരം നടക്കുന്നത്. ഈ സിനിമാ സെറ്റുകളിലെ പ്രശ്നം എത്ര കാലമായിട്ട് നമ്മുടെ കേരളത്തിൽ ചർച്ചകൾ നടക്കുന്നു. അതിനെന്താണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്? ഇവര് സംഘടനകൾ പരാതി കൊടുക്കുന്നു. ഇനി വലിയ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു സിനിമാ നടിക്ക് ഉള്ള അവസരങ്ങളെ കുറിച്ച് കമന്റ് ബോക്സ് മൊത്തം ഇത് മുന്നോട്ട് വെച്ച ധീരമായ നിലപാടെടുത്ത വിൻസി അലോഷ്യസിന്റെ വാർത്തകൾ വരുന്നതിന്റെ കമന്റ് ബോക്സുകളിൽ തന്നെ കേരളത്തിലെ സാധാരണക്കാർ കാര്യങ്ങൾ തിരിച്ചറിയുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട്. ഇനി സിനിമാ നടിക്ക് ഇനി അവസരങ്ങൾ ഉണ്ടാവുമോ എന്ന് പോലും ആളുകൾ ചോദിക്കുക. അത് 1-2 ആളുകളല്ല, ഒരുപാട് ആളുകൾ നിരന്നു നിന്ന് ചോദിക്കുക. അപ്പൊ സിനിമാ മേഖലയ്ക്ക് ഈ ലഹരിക്കാരാണോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? സാധാരണക്കാരുടെ ചോദ്യ ഇനി സിനിമാ നടിയുടെ അവസ്ഥ എന്തായിരിക്കും, അവസരങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ. ഇത് ഗൗരവത്തിൽ തന്നെ സകല സാധാരണക്കാരും തിരിച്ചറിയണം. കേരള സർക്കാർ സംവിധാനങ്ങൾ പോലീസ് സംവിധാനങ്ങളെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കണം. വളരെ മികച്ച പോലീസ് സംവിധാനം നമ്മുടെ കേരളത്തിൽ. പക്ഷെ അതിനെ നേതൃത്വം ഒന്നിനും കൊള്ളാത്ത രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മന്ത്രി, അതേപോലെ തന്നെ സിനിമാ മേഖലയിൽ നടക്കുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം, ഇതൊന്നും കൈകാര്യം ചെയ്യാൻ നമ്മുടെ കേരള സർക്കാർ സംവിധാനത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് സകലരും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ.